ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ഇൻറ്റീജേഴ്സ് 1 to 9 ബി പെർമ്യൂട്ടഡ് സച്ച് ദാറ്റ് നോ ഓഡ് ഇൻറ്റീജർ വിൽ ബി ഇൻ ഇറ്റ്സ് നാച്ചുറൽ പൊസിഷൻ. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്നത് 1 മുതൽ 9 വരെയുള്ള ഇൻറ്റീജേഴ്സിൽ ഓഡ് നമ്പർ ഇറ്റ്സ് ഒറിജിനൽ പൊസിഷനിൽ അല്ലാതെ എത്ര അറേഞ്ച്മെൻറ്റ്സ് വരുന്നുണ്ടാണ് ചോദിക്കുന്നത്, എത്ര പെർമ്യൂട്ടേഷൻസ് വരുന്നുണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 1 to 9 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട് ഇല്ലേ. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 1 to 9 9 നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ്, ടോട്ടൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് 9 ഫാക്ടോറിയലായിരിക്കും. നമ്മൾ അറിയാം, ഫസ്റ്റ് ക്ലാസ് നമ്മൾ നോക്കിയതാണ് അതിനെ വെച്ചിട്ട്. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 9 ഫാക്ടോറിയൽ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. എന്തായാലും 9 ഫാക്ടോറിയലിൻ്റെ മുകളിൽ എന്തായാലും പോകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 5 ഓഡ് നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ 5C1 × 8 ഫാക്ടോറിയൽ, 5C2 മൈനസ് 5C2 × 7 ഫാക്ടോറിയൽ പ്ലസ് 5C3 × 6 ഫാക്ടോറിയൽ. അതിന് പ്ലസ് മൈനസ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റ്. ഇത് ഡീറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനൊരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയല്ല, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ വെച്ചിട്ടാണ്. അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതായത് അതിനൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഫൈൻഡ് നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ബിറ്റ്വീൻ 1 and 250 ബോത്ത് ഇൻക്ലൂസീവ് ദാറ്റ് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 2 or 3. ഓക്കെ, അപ്പോൾ 1 മുതൽ 250 വരെ നമുക്ക് എന്താ തന്നിട്ടുണ്ട്, ഇൻറ്റീജേഴ്സ് തന്നിട്ടുണ്ട്. അതൊക്കെ അതിൽ എത്ര നമ്പേഴ്സ് 2ഉം 3ഉം ആയിട്ട് ഡിവിസിബിൾ അല്ലാത്തതുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1 to 250 ആണ് നമുക്ക് നമ്പേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുത്തു, അപ്പോൾ ഈ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ആ പ്രിൻസിപ്പളിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ആദ്യം N പറയുന്നത് എത്രയായിരിക്കും, 250 ആയിരിക്കും. ഓക്കെ, N = 250 ആയിരിക്കും. ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്താ, 2ആയിട്ട് ഡിവിസിബിൾ ആകാൻ പാടില്ല, 3ആയിട്ട് ഡിവിസിബിൾ ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ 2 വെച്ച് ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സിന് എണ്ണം എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 250/2 അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 250 2 ഡിവിസിബിൾ ഉള്ള നമ്പേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ 125 എന്ന് കിട്ടും. ഇനി അടുത്ത ഇതിലെ സ്റ്റെപ്പിൽ 3ആയിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 250/3യുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 83 കിട്ടും. ഇനി ഇത് 2ഉം, അതായത് 2ഉം 3ഉം ആവാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനെ എന്ത് നോക്കണം, 6 വെച്ച് ഡിവിസിബിൾ ആകുന്ന എത്ര നമ്പേഴ്സിനെ നോക്കണം അല്ലേ. കാരണം വെച്ചാൽ 2 × 3 എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, 2ഉം 3ഉം ഇപ്പോൾ ചില നമ്പേഴ്സ്, ഇപ്പോൾ ഇതിൽ 2 മാത്രം ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സാണ് 125 എന്ന് പറയുന്നത്, 3 ഡിവിസിബിൾ മാത്രം നമ്പേഴ്സാണ് 83 എന്ന് പറയുന്നത്. ഇനി ഇത് 2ഉം ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ല ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 6 ആയിട്ട് ഡിവിസിബിൾ ആയിരിക്കും. കാരണം വെച്ചാൽ ഒരു നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ 250/6ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 41 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഫോർമുല പോലെ നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സാണ്. അതിൽ ഈ എന്ത് ചെയ്യുക, NC1 NC2, കാരണം വെച്ചാൽ NC1 ഓൾറെഡി 125 നമ്മൾ കണ്ടുപിടിച്ചു, 2 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ളത്, 3 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള 83. അത് നമ്മൾ എന്ത് കുറയ്ക്കണം, അതല്ല ഈ N നമ്മൾ ഇത് രണ്ടും കുറയ്ക്കണം, മൂന്നാമത്തെ നമ്മൾ ആഡ് ചെയ്യും വേണം. കാരണം വെച്ചാൽ ഓൾറെഡി 2 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ളതും 3 വെച്ച് ഡിവിസിബിൾ ആയിട്ട് നമ്മൾ കുറയ്ക്കുന്നുണ്ട്. അത് വെച്ചിട്ട് പിന്നെ 6 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. കാരണം വെച്ചാൽ 2ഉം 3ഉം ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് 6 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 250 - 208 + 41 നമുക്ക് 42 + 41 കിട്ടും, 83 ആൻസർ കിട്ടും.